لا نعبد إلا الله ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله، والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന അധ്യക്ഷരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ചാലിക്കരയിലുള്ള നാട്ടുകാരെ, ഈ മഹാപ്രപഞ്ചത്തെ പടച്ച് പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മാനവിക കുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് സർവ്വലോക രക്ഷിതാവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഇസ്ലാം എന്ന ജീവിത പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത്. ഈ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ ലക്ഷക്കണക്കിന് ദൈവദൂതന്മാർ, പ്രവാചകന്മാർ ദുനിയാവിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയൊരു പ്രവാചകനില്ല എന്ന സന്ദേശവുമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് നിയോഗിതനാവുകയും അവിടുത്തെ മാതൃകായോഗ്യമായ ജീവിതം ഇഹലോകത്തിന് കാഴ്ചവെക്കുകയും ചെയ്ത ശേഷം അവിടുന്ന് നമ്മളോട് വിട പറഞ്ഞിട്ട് 1400 വർഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലഘട്ടത്തിലും ഒരു ചർച്ചാ വിഷയമായിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും എതിർത്തും അനുകൂലിച്ചുമൊക്കെ പലരും പല രൂപത്തിലും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ചെയ്യപ്പെടുക എന്നത് നമുക്ക് സന്തോഷമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അവിടുന്ന് ലോകത്തിന് കാണിച്ച മാതൃകായോഗ്യമായ ജീവിതമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അനിതര സാധാരണമായ സ്വഭാവ വൈശിഷ്ട്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. തുല്യതയില്ലാത്ത ജീവിതത്തിന്റെ മാതൃകയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. തുല്യതയില്ലാത്ത ജീവിതത്തിന്റെ നിലപാടുകളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലൊരു മനുഷ്യൻ ലോകത്ത് വന്നിട്ടില്ല. അവിടുന്ന് ഇഹലോകത്തിന് മുഴുവനും മാതൃകായോഗ്യമായൊരു ജീവിതം നയിച്ചപ്പോൾ ഇന്നും അത്യത്ഭുതകരമെന്ന് പറയാവുന്ന രൂപത്തിലുള്ള ആ ജീവിതം ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമുക്ക് അന്തസ്സും അഭിമാനവും തോന്നാം. കാരണം നമ്മുടെ നേതാവാണത്. പക്ഷേ എക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ആളുകൾക്കിടയിലേക്ക് ചർച്ചക്ക് കൊണ്ടുവന്നത് അവിടുത്തെ ജീവിതമായിരുന്നില്ല. അതേ അവസരത്തിൽ ആ ജീവിതത്തെ തമസ്കരിക്കുവാനും ജനങ്ങളിൽ നിന്ന് മറക്കുവാനും ഉപയുക്തമാകുന്ന ബാലിശമായ വാദങ്ങളും ബാലിശമായ അഭിപ്രായങ്ങളും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളും എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മർമ്മപ്രധാനമായ ജീവിതം ചർച്ച ചെയ്യേണ്ടതിന് പകരം അവിടത്തേക്ക് ആളുകളുടെ ചിന്തയും ആളുകളുടെ ശ്രദ്ധയും കൊണ്ടുപോകുവാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ലോകം അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, മാനവിക കുലത്തിന്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിൽ നിന്നൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ദിശാബോധത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശമുണ്ട്. ആധുനിക കാലത്ത് അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പ്രവാചകൻ കാണിച്ച ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് തന്നെ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശമാണ്. അതിരുവിട്ട ആർത്തിയും ജീവിതത്തോടുള്ള അടങ്ങാത്ത ആവേശവും മനുഷ്യൻ പരസ്പരം ബഹുമാനമില്ലായ്മയും മതത്തിന്റെയും വർഗത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള പോരുമെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിർദ്ദേശങ്ങൾക്ക് അനുസൃതമാണെങ്കിൽ ഉണ്ടാവുകയില്ലായിരുന്നു. പക്ഷേ ഈ വിഷയങ്ങളൊന്നുമല്ല ഇന്ന് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. പ്രവാചകന്റെ മുടിയുണ്ടോ? ആ മുടിയിട്ട വെള്ളം കുടിക്കാമോ? അവിടുത്തെ നഖമുണ്ടോ? അവിടുത്തെ പാത്രമുണ്ടോ? ആ പാത്രവും അവിടുത്തെ മുടിയും അവിടുത്തെ ആസാറുകളും ഒക്കെ ബർക്കത്തെടുക്കപ്പെടേണ്ടതല്ലേ? അവയെ നിസ്സാരമാക്കുന്നത്, നബിയെ നിസ്സാരമാക്കുന്നത് പോലെയല്ലേ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പ്രവാചകന്റെ മുടിയും തുപ്പുനീരും അവിടുത്തെ എടുത്ത വെള്ളവും ഒക്കെ ജനങ്ങൾക്കിടയിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നവർ ഇസ്ലാമിനോട് തന്നെ അനീതി ചെയ്യുകയാണ്. കാരണം ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ്. ഈ മതത്തിൽ ഒരു മനുഷ്യന്റെ നന്മ തിന്മകളൊക്കെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ പകർത്തേണ്ടുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് അനുപേക്ഷണീയമായ ഒരു കാര്യമെന്നുള്ള നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ മുടിയോ അവിടുത്തെ ശരീരമോ ദുനിയാവിൽ ബാക്കിയാവുക എന്നുള്ളത് ഈ ഉമ്മത്തിന് നന്മയായിരുന്നുവെങ്കിൽ അള്ളാഹു അതൊരിക്കലും ഇല്ലാതാക്കുമായിരുന്നില്ല. അവിടുത്തെ മുടി ഈ ദുനിയാവിൽ ബാക്കിയാക്കുവാനുള്ള സംവിധാനം പടച്ചവൻ തന്നെ ചെയ്യുമായിരുന്നു. അവിടുത്തെ ശരീരം ഈ ദുനിയാവിൽ ബാക്കിയാക്കാനുള്ള സംവിധാനം പടച്ചവൻ തന്നെ ചെയ്യുമായിരുന്നു. ബർക്കത്തിന്റെ വിഷയം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രമല്ലല്ലോ ചർച്ച ചെയ്യപ്പെട്ടത്. മൂസാ നബിന്റെ പെട്ടിയെപ്പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായത്തിന്റെ കഥ ഖുർആനിലല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അഥവാ അമ്പിയാക്കളുടെ ആസാറുകളെ കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് പുണ്യമുണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള ചരിത്രങ്ങൾ കൊണ്ടുവരുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ നാം ഇതിന്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ ഈ ദുനിയാവിലേക്ക് അല്ലാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നവരാണ്. മുത്തുനബിയും ഈ ലോകത്തേക്ക് കടന്നു വന്നത് അല്ലാഹുവിന്റെ റഹ്മത്താണെന്ന്